നമസ്കാരം. ഇസ്രായേൽ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിൻ്റെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം എല്ലാവരെയും മേഖലയിലുള്ളവരെ അറിയിക്കാനാണ് ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ ശക്തികൾ, അതായത് പേര് കേട്ട നല്ല കമ്പനികൾ, അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മുടെ ഈ ബ്രോക്കേഴ്സിനെ ഉപയോഗിക്കുക. അവർ നമ്മളെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് ഇന്ന സ്റ്റേറ്റിൽ ഇന്ന സ്ഥലത്ത് 1000 ഏക്കർ 500 ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞ് നമ്മളെ കുതിപ്പിക്കുകയാണ്. അതായത് നമുക്കിത് നടന്നാലേ എന്തെങ്കിലും കിട്ടുന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിലത്തെ പൈസ ചിലവാക്കി നമ്മൾ ഓടും. ഈ ഓടി നമ്മളിതൊക്കെ കണ്ടെത്തി വരുമ്പോൾ അവർ പറയും, ആ പ്രൊജക്റ്റ് ഞങ്ങളിപ്പോൾ വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അത് പകുതി റേറ്റിന് ചോദിക്കും. അതായത് 10 രൂപയുടെ സ്ഥലം 5 രൂപയ്ക്ക് അവർ തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്തായി, നമ്മൾ വിഡ്ഢികളായി. അപ്പോൾ അങ്ങനൊരു സാഹചര്യം നിലവിൽ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുള്ള ഒരു സംഭവം അത്. അതായത് വലിയ വലിയ കമ്പനികൾ അവരുടെ പ്രസക്തിക്കും അവരെ മറ്റുള്ള പബ്ലിസിറ്റിക്കും വേണ്ടി അവരെ മറ്റുള്ള പ്രൊജക്റ്റുകൾ ജനങ്ങളറിയപ്പെടാനും അത് വേഗം വിറ്റഴിക്കാനും വേണ്ടി അവർ നമ്മളെ ഉപയോഗിക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇസ്രായേൽ റിയൽ എസ്റ്റേറ്റ് ഇന്ന് ഈ ഒരു സമയം കണ്ടെത്തിയത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നന്നായി നടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പ്ലോട്ടിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. വില്ല പ്രൊജക്റ്റുകളൊക്കെ തൃശ്ശൂർ പോരാ. തൃശ്ശൂർ ജില്ലയിൽ റിയൽ എസ്റ്റേറ്റിലെ വില്ലകൾ ലഭിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നല്ല സ്ഥലങ്ങൾ, വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ, അതുപോലെ 2012 വെള്ളം കയറാത്ത സ്ഥലങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടണേ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ വില കുറഞ്ഞ ഭൂമി നമ്മുടെ ഇസ്രായേൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കസ്റ്റഡിയിൽ നല്ല സ്ഥലങ്ങളുണ്ട്. അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അത് മീഡിയേറ്റർമാർ ഓടി വന്നിട്ട് എനിക്കിപ്പോൾ കാണണമെന്ന് പറഞ്ഞാലൊന്നും ഞാൻ കാണിക്കില്ല. ഇസ്രായേലിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇസ്രായേൽ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ വിഡ്ഢിയാവാനായിട്ട് ആഗ്രഹിക്കില്ല. കാരണം നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് 2-3 പ്രാവശ്യം പല അബദ്ധങ്ങളും സംഭവിച്ചു. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് കുറേ മീഡിയേറ്റർ ബ്രോക്കേഴ്സ് അവർ വലിയ വലിയ ഓഡി ബെൻസ് ഇതൊക്കെയും കൊണ്ടുവന്ന് പാർട്ടിയാണെന്ന് പറഞ്ഞ് സ്ഥലം കണ്ടു പോകും. അതിനുശേഷം വേറൊരു ടീം വരും. അവർ വന്നാൽ അത് അതിൻ്റെ ആ പാർട്ടിയെ നേരിട്ട് കണ്ടുപിടിച്ച് അവർ ഈ മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്ത് പാവം തൃശ്ശൂർ ജില്ലയിലുള്ള ബ്രോക്കേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ വഞ്ചനയ്ക്ക് എന്താ ഇതിനെ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചീറ്റിങ് നടക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ചീറ്റിങ്ങിന് ഇരയാവാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പോൾ ആര് വന്നാലും കാണിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ ബ്രോക്കേഴ്സിന് അതൊരു ചിലരിങ്ങനെയാണ്, എന്തെങ്കിലും കിട്ടിയാൽ മതി, അവർക്ക് വേറെ എന്തെങ്കിലും തൊഴിലുണ്ടാവും. റിയൽ എസ്റ്റേറ്റ് മേഖലനെ പൂർണ്ണമായും ആശ്രയിക്കുന്നവർക്ക് അത് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാ സഹകരണവും നിങ്ങൾക്കുണ്ടാവും. ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നിങ്ങളിൽ ആരും പെടരുത് എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. താങ്ക് യു.